ദ ഗ്രേറ്റ് കവാസാക്കി ZX-10R. എല്ലാവർക്കും സുപരിചിതമായ ദ മോസ്റ്റ് പോപ്പുലർ സൂപ്പർ സ്പോർട്ട്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിജയക്കൊടികൾ പാറിച്ച ഒരു വാഹനം തന്നെയാണ് ZX-10R. കാരണം ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിംഗ് സൂപ്പർ സ്പോർട്ട് എന്ന പേരും വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ സൂപ്പർ സ്പോർട്ട് എന്ന പേരും ഇവൻ പണ്ട് തൊട്ടേ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. ZX-10Rൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റോറി ആൻഡ് കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ ഉണ്ടാവുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഈ ഒരു രീതിയിൽ തന്നെ തുടർന്നുള്ള വീഡിയോ വേണമെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം. ഞാൻ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10R ഏതാണെന്നും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം അതാ നമ്മുടെ കൂടെ നമ്മുടെ വണ്ടികളെല്ലാം ഇരിപ്പുണ്ട്. ആക്ച്വലി നമുക്ക് സ്റ്റോറി ഇവരിൽ നിന്നും തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബാക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് 2004 നമ്മുടെ ആക്ച്വലി ZX-10R നമ്മുടെ മാർക്കറ്റിലോട്ട് വരുന്നൊരു ടൈം. അതിന് മുന്നേ കവാസാക്കി തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മോഡലായിട്ടുള്ള ZX-9R റീപ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു ആക്ച്വലി 10Rൻ്റെ ഒരു എൻട്രൻസ്. കാരണം അന്ന് ഒരു മാർക്കറ്റ് കംപ്ലീറ്റ് കൈയടക്കിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു ZX-9R. അതിൻ്റെ ഒരു സക്സസീവ് ജേണിയുടെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ 10R അടുത്ത് ലോഞ്ച് ആവുന്നത്. 2004 വണ്ടി വന്നത്. ആക്ച്വലി ആ ഒരു വണ്ടി ഒരു റെവല്യൂഷണറി ഡിസൈനോടുകൂടിയായിരുന്നു വന്നത്. കാരണം സാധാരണ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു 10R അല്ലെങ്കിൽ ഒരു ലിറ്റർ ക്ലാസ് ബൈക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര മാസീവ് സൈസും ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ നിന്നെല്ലാം വളരെയധികം മാറി ഒരു ലിറ്റർ ക്ലാസ് ബൈക്ക് കുറച്ച് നിമ്പിൾ എന്നുള്ളൊരു ക്യാരക്ടറോടുകൂടിയായിരുന്നു വണ്ടി വന്നത്. അതിന് ഏറ്റവും കൂടുതലൊരു മെയിൻ പങ്ക് വഹിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 600cc ബൈക്സിൻ്റെ ഇൻസ്പയർഡ് ഫ്രെയിംസ് ആയിരുന്നു നമ്മുടെ ZX-10R ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സർവോപരി ബാക്കിയുള്ള ബിഗ് ബൈക്സിൽ നിന്ന് വളരെ ഷോർട്ടർ ആയിട്ടുള്ളൊരു ചെറിയ വണ്ടിയായിരുന്നു 2004 and 5 മോഡൽസ്. അതുപോലെ ഷോർട്ടർ വീൽ ബേസ് ഒക്കെ ആയിരുന്നു. പിന്നെ അതിനൊരു അതിൻ്റെ ഏറ്റവും മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം ഹെഡേഴ്സ് ഉണ്ടായിരുന്നു വണ്ടിയിൽ. അന്ന് തൊട്ട് വലിയൊരു പുട്ടുകുറ്റി പോലത്തെ ഒരു പൈപ്പ് എക്സോസ്റ്റൊക്കെ വരുന്ന ഒരു ഗുഡ് ഡിസൈൻ ആയിരുന്നു ആക്ച്വലി. അതിനുശേഷം അവിടെ അതിലടുത്ത് ഇഷ്യൂസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് അവർ കൊണ്ടുവന്ന ഒരു ഫ്രെയിം തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു ഇഷ്യൂ. കാരണം ആ 2004 and 5 വണ്ടികൾ റെഫർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഓണേഴ്സ് പറയുന്നൊരു എക്സ്പീരിയൻസ് മേഖല എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വണ്ടി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രെയിം കംപ്ലീറ്റ്ലി ചെക്കപ്പ് ചെയ്യണം. കാരണം അതിൻ്റെ ഫ്രെയിം ക്രാക്കിംഗ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു പ്രോബ്ലം, അതൊരു വലിയ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ലെന്നുണ്ടെങ്കിലും അന്നത്തെ വെച്ചൊരു ബെറ്റർ ബ്രേക്സ് ആയിരുന്നെങ്കിൽ കൂടി റൈഡേഴ്സ് ഒരുപാട് പേര് ഇതിൻ്റെ മാസ് സിലിണ്ടറിനെ കംപ്ലയിൻസ് പറയുന്നുണ്ടായിരുന്നു. പലരും പ്രീവിയസ് ജെന്നോ അല്ലെങ്കിൽ മറ്റു വണ്ടികളുടെ മാസ് സിലിണ്ടറോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു അന്ന് 2004-5 മോഡൽസിൽ വന്നിരുന്നത്. പക്ഷേ എന്തില്ലെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ട്രാക്ക് മെഷീനായിരുന്നു 2004 and 5 ബൈക്സ്. അപ്പോൾ അടുത്ത് ഒരു റെവല്യൂഷണറി അല്ലെങ്കിൽ അടുത്തൊരു വണ്ടി വരുന്നത്, അതായത് ഇപ്പോൾ അവർ 2004 മോഡൽസിൽ നിന്ന് 2005 വന്നപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിരുന്നുണ്ടെങ്കിലും ഒരു ബിഗ് ചേഞ്ചോടുകൂടി വണ്ടി ഇൻട്രൊഡ്യൂസ് ആവുന്നത് 2006 ഈ 2006 മോഡൽസ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സോസ്റ്റ് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ്. R1 ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു അണ്ടർ സീറ്റ് എക്സോസ്റ്റ് ഒക്കെ ആയിരുന്നു വണ്ടിക്ക് വന്നിരുന്നത്. അതുപോലെ തന്നെ ടൈറ്റാനിയം അവിടെ ഉണ്ടായിരുന്നു സ്റ്റിൽ. പിന്നെ ഒരു വലിയ റാമീറിൻ്റെയൊക്കെ കുറച്ചൊരു സുന്ദരൻ വണ്ടിയായിരുന്നു. എനിക്ക് പലപ്പോഴും അതിൻ്റെ ലുക്സ് കാണുമ്പോൾ നമുക്കൊരു 14R സാമ്യമൊക്കെ തോന്നുമായിരുന്നു ആ ഒരു വണ്ടിയുടെ ലുക്സിന്. പിന്നെ അവിടെ നിന്ന് ആ വണ്ടി ഒരു നല്ല ജേർണി തന്നെയായിരുന്നു ഒരു 2 years 2006 and 7. പക്ഷേ അതിൽ എല്ലാവരുടെ മേജർ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ മേജർ കംപ്ലയിൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് ട്രാക്ക് ബൈക്ക്. അതായിരുന്നു ഒരു വലിയ പ്രശ്നം. കാരണം അതിൻ്റെ പ്രെഡിസസർ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ്ലി എക്യൂപ്ഡ് സസ്പെൻഷൻസും കാര്യങ്ങളുമായിട്ട് വന്നിരുന്ന ഒരു വണ്ടിയായിരുന്നു 2004 and 5 വണ്ടികൾ. അപ്പോൾ ഈ 2006 ആയ സമയത്ത് ഇവിടെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സസ്പെൻഷൻ കുറച്ചും കൂടി സോഫ്റ്റർ ആക്കി. അതിന് കവാസാക്കിക്ക് പ്രോപ്പറായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം അവർ പറയുന്നത് ZX-10R എന്നുള്ളൊരു റോഡ് ലീഗൽ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ദർ ഇസ് എ റോഡ്, അതുകൊണ്ട് തന്നെ റോഡ് ക്യാരക്ടർ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാനായിരുന്നു അവരുടെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ആ രീതിയിൽ അലൈൻ ചെയ്തത്. പക്ഷേ അത് എന്താ പറയുക, ഒരു ട്രാക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ഒരു സൂപ്പർ സ്പോർട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും
അത്ര അങ്ങോട്ട് ദഹിച്ചിരുന്നില്ല. കാരണം അവർ തന്നെ പറഞ്ഞു വെച്ചാൽ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ബാക്ക് സീറ്റ് പുഷ് ചെയ്താൽ പോലും വണ്ടി സസ്പെൻഷൻ സ്പ്രിങ് ആക്ഷൻ കാണിക്കുന്നൊരു എഫക്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായിരുന്നു ഈ വണ്ടിയിൽ ആക്ച്വലി ഒരു ഡീമെറിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ എസ്പെഷ്യലി മാസ് സിലിണ്ടേഴ്സ്, അന്നത്തെ ബ്രേക്സ് ആർ നോട്ട് എക്യുപ്ഡ്. അതുപോലെ തന്നെ അവരുടെ മാസ് സിലിണ്ടർ ചെറിയ അപ്ഡേഷൻ കൊണ്ടുവന്നിരുന്നെങ്കിലും അതൊരു എഫിഷ്യൻ്റ് ആയിരുന്നില്ല. ഈവൻ നമ്മുടെ ബ്രംബോ വരുന്നത് വരെയും ഈ 10R ഈ ഒരു ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതിലൊരു ഗെയിം ചേഞ്ചറായിട്ട് വന്നൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ 2006-7 മോഡൽസിലായിരുന്നു അവർ വണ്ടിയിൽ സ്റ്റിയറിംഗ് ഡാമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തത്. കാരണം അന്ന് ഒരു മാനുവലി അല്ല, ഒരു ഫിറ്റഡ് ആയിരുന്നു. അതൊരു നമുക്ക് റീബോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരു ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ഡാമ്പേഴ്സ് ആയിരുന്നില്ല. പക്ഷേ അന്ന് മറ്റൊരു വണ്ടിയും സ്റ്റോക്കായിട്ട്, അതായത് വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഒരു ഫാക്ടറി ഫിറ്റായിട്ട് ഇത് കൊടുത്തിരുന്നില്ല. അതൊരു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ICER X 10R ആയിരുന്നു. പിന്നെ അടുത്ത മോഡലായിട്ട് 2008 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ICER X 10R, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ജേർണി ഓഫ് ബൈക്കായിരുന്നു. കാരണം വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല, എല്ലാവരുടെയും താല്പര്യപ്രകാരം വന്നൊരു വണ്ടി. അതുകൂടാതെ എന്താ പറയുക, ആ വണ്ടി ഒരു ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിളായിരുന്നു. ഈവൻ ചെറിയ ബ്രേക്ക് ഇഷ്യൂസും സസ്പെൻഷൻസ്, അതായത് കുറച്ചുകൂടി സോഫ്റ്റ്വെയർ സെറ്റപ്പ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഒരു വെൽ ബെറ്റർ ബൈക്ക് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുന്നേ ഉള്ള ലാസ്റ്റ് മോഡൽസ് ഭയങ്കര രസമായിരുന്നു. കാണാനൊക്കെ അത്യാവശ്യം ക്യൂട്ടറാണ്. അതേ അവരുടെ ഒരു എന്താ പറയുക, ഒരു ഷോർട്ടർ വീൽ ബേസും ഒരു ക്യൂട്ട് ലുക്കൊക്കെ അവർ ആ ഒരു മോഡൽസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈവൻ 2011 വരെ ആയിരുന്നു ആ ഒരു വണ്ടിയുടെ ജേണി വന്നിരുന്നത്. ഈ 2011 മുതലാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള 10R നമ്മുടെ മാർക്കറ്റിൽ, ആക്ച്വലി നമ്മുടെ മാർക്കറ്റിൽ വരുന്നത് 2013 കൂടി വേൾഡ് മാർക്കറ്റിൽ വരുന്നത്. കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കലി വെൽ എക്യുപ്ഡ് ബൈക്കായിരുന്നു. അതുമാത്രമല്ല ലോട്ട് ഓഫ് ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ്സ് കൊണ്ടുവന്നത്, അതായത് കവാസാക്കി ഒരു വലിയ റെക്കോർഡ്സ് കൊണ്ടുവന്നൊരു വണ്ടി കൂടിയായിരുന്നു നമ്മുടെ 2011 മോഡൽ 10R. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കവാസാക്കി ആദ്യമായിട്ട് അവരുടെ ട്രാക്ഷൻ കൺട്രോൾ KTRC ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ICER X 10R അതുമാത്രമല്ല അവരുടെ തന്നെ ഇൻ്റലിജൻറ്റ് ABS സിസ്റ്റം അവർക്ക് ഇൻക്ലൂഡ് ചെയ്തത്, അത് KIBS എന്നായിരുന്നു അതിൻ്റെ പേര്. അത് ഇൻക്ലൂഡ് ചെയ്തിരുന്നതും നമ്മുടെ ഈ ഒരു 10R ആദ്യമായിട്ട്. പിന്നെ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി ഇവർക്കാർക്കും കിട്ടാത്ത അഡ്ജസ്റ്റബിൾ ഫുഡ് പെക്സ് അന്ന് നമ്മുടെ ആ ഒരു പ്രീവിയസ് വേർഷൻ അവൈലബിൾ ആയിരുന്നു. അതായത് ഇവൻ്റെ പ്രീവിയസ് വേർഷനിൽ കേട്ടോ അവൈലബിൾ ആയിരുന്നു. അതുമാത്രമല്ല അത്യാവശ്യം വണ്ടി വെൽ എക്യുപ്ഡ് ആയിരുന്നു. അവിടെ ഒരു ലാഗ് എന്ന് പറയാനായിട്ട് അവർ ഷോവ സസ്പെൻഷനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഒരു വെൽ ബ്രേക്കിംഗ് സിസ്റ്റം അവിടെ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു വണ്ടി. 2013 ആക്ച്വലി അവൻ്റെ ഇന്ത്യയിലോട്ടുള്ള വരവ്. അന്ന് വന്നപ്പോൾ തന്നെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CBO ആയിരുന്നെങ്കിൽ പോലും അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിറ്റർ ക്ലാസ് ബൈക്കായിരുന്നു അന്നേ നമ്മുടെ ICER X 10R. അതായത് നമുക്കൊരു ലിറ്റർ ക്ലാസ് സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കറക്റ്റ് കവാസാക്കി പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി ഒരു വളരെ വ്യക്തമായിട്ട് ആ വണ്ടി ബിൽഡ് ചെയ്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്ത്യയിൽ വരുന്ന ടൈം, അതായത് 2013 ആക്ച്വലി വണ്ടിയിൽ ഒരു പുതിയ അപ്ഡേഷൻ കൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓയിലിൻസിൻ്റെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ഡാമ്പേഴ്സ് അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. കാരണം പ്രീവിയസ് ജെൻ വരുന്ന സമയത്ത് അവർ നോർമലി ഒരു മാനുവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ഡാമ്പേഴ്സാണ് അതും ഓയിലിൻസിൻ്റെ തന്നെ ആയിരുന്നു കൊടുത്തിരുന്നുവെങ്കിലും ആദ്യമായിട്ട് അവർ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ഡാമ്പർ ഈ 2013 മോഡൽ, അതായത് ഇന്ത്യയിലോട്ട് വരുന്ന ആ ഒരു മോഡൽസിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബൈക്ക്. അതിനൊരു ബ്രേക്കിങ്ങിലുള്ള ഒരു വലിയ ഇഷ്യൂസ് അല്ലാതെ ആരും അതിനെപ്പറ്റി വലിയൊരു കംപ്ലയിൻസ് പറയാനില്ല. ഇറ്റ്സ് ഈസി ടു ഫ്ലിക്കബിൾ ആൻഡ് ഈസി ടു റൈഡ്. കേരളത്തിലെ ആദ്യത്തെ വണ്ടി അന്ന് കൊണ്ടുവന്നത്, അതായത് 2014, ഐ തിങ്ക് 2014 തോന്നും, നമ്മുടെ അനുപം ചേട്ടൻ, നമ്മുടെ ബൂസ ബോയ് അറിയാലോ, പുള്ളിയുടെ ഒരു ഫ്രണ്ടായിരുന്നു. പ്ലസ് നമ്മുടെ ഈ 10R ഓണറായ നമ്മുടെ സജിനിക്കാരുടെ ഒരു ഫ്രണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഷാനു ഖാൻ എന്നായിരുന്നു. പുള്ളി കൊല്ലത്തായിരുന്നു ആദ്യത്തെ വണ്ടി വരുന്നത്. ഇപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് വണ്ടി കൈമറിഞ്ഞ് പോയിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് കേരളത്തിൻ്റെ 10R അതായിരുന്നു. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.
2016 മോഡൽ ZX10R എന്താ പറയുക, ZX10Rൻ്റെ ഒരു ഹിസ്റ്ററിയിൽ ദ മോസ്റ്റ് പവർഫുൾ ZX10R 2016 മോഡലായിരുന്നു. കാരണം അതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള FI സിസ്റ്റം ഇൻക്ലൂഡഡ് ആക്കി, അതുകൂടാതെ റാമേർ ഇൻഡെക്സ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തു, പിന്നെ ഹെഡ് ക്യാം വരെ ചേഞ്ച് ചെയ്തു, മാക്സിമം പവർ ഔട്ട്പുട്ട് ഗെയിൻ ചെയ്യുന്ന രീതിയിൽ വണ്ടി കംപ്ലീറ്റ്ലി റീട്യൂൺ ചെയ്തു. നമ്മൾ ഇന്ന് 6 വരേണ്ടതായിരുന്നു, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും കാര്യമായിട്ട് പുള്ളിക്ക് നമ്മളോട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മൾ ആദ്യം ഇവനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിലായിരുന്നു ഇവ വന്നത്. കാഴ്ചയിൽ തന്നെ ഒരു എന്താ പറയുക, ഇന്നും ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു വണ്ടിയായിരുന്നു നമ്മുടെ ZX10R. വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ലുക്ക് മാത്രം ആയിരുന്നില്ല, ഈസ് പെർഫെക്റ്റ്ലി എക്യുപ്ഡ് ബൈക്ക്. കാരണം വണ്ടിയിൽ ഓൾറെഡി ക്വിക്ക് ഷിഫ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്തിരുന്നു, അതുകൂടാതെ കോർണറിങ് ABS ഇൻക്ലൂഡഡ് ആയിരുന്നു. ക്വിക്ക് ഷിഫ്റ്റേഴ്സിനെ പറ്റി എടുത്ത് തന്നെ പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വണ്ടി പുഷ് ചെയ്യുന്ന സമയത്ത് ഈസിലി ആയിട്ട് നമുക്ക് അപ്പ് ഷിഫ്റ്റിന് ഭയങ്കര യൂസ്ഫുൾ തന്നെയായിരുന്നു ക്വിക്ക് ഷിഫ്റ്റേഴ്സ്. പക്ഷേ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ വാസ് നോ ഓട്ടോ ബ്ലിപ്പേഴ്സ്. അതും പിന്നെ അതൊരു ഡീമെറിറ്റായിട്ട് നമുക്ക് കണക്കാക്കാനൊന്നും കഴിയില്ല, കാരണം നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് എല്ലാം അവൈലബിൾ ആയിരുന്നു. കാരണം അതായത് നിങ്ങൾക്ക് വണ്ടി എടുക്കാം, റോഡ് പർപ്പസിനാണെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം, ഇല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്പോർട്ടിയർ പെർഫോമൻസിനും കാര്യത്തിനാണെങ്കിൽ അതിന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ്ലി എക്യുപ്ഡ് ആയിരുന്നു വണ്ടി. കവാസാക്കി തന്നെ കംപ്ലീറ്റ് സ്പെയർ പാർട്സ് ഇറക്കുന്നുണ്ട്. ഈവൻ അതിലൊരു ഓട്ടോ ബ്ലിപ്പർ വരെ വരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആക്സസറീസിനായിട്ട് നമുക്ക് ഒരു സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല, എല്ലാം കവാസാക്കിയിട്ട് അവൈലബിൾ ആയിരുന്നു. അത് മാത്രമായിരുന്നില്ല, ആ ഒരു റൈഡ് ഫീലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ജെന്നെ സംബന്ധിച്ചിടത്തോളം അല്പം കൂടി ഒരു വീൽ ബേസ് കൂട്ടിയിട്ടുണ്ടെങ്കിലും വണ്ടിയുടെ ഫൺ ഫാക്ടർ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാരണം എൻജിൻ കമ്പോണൻസ് ലൈറ്റർ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരു പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിരുന്നു. അതുമാത്രമല്ല, ഒരു ട്രാഫിക് കിട്ടിക്കഴിഞ്ഞാൽ എടുത്തൊരു മറിക്കാനും ഒരു ഫ്ലിക്കിംഗ് ക്യാരക്ടേഴ്സ് കാണിക്കാനും വണ്ടി വർക്കിംഗ് പെർഫെക്റ്റ്ലി. ന്യൂലി ആയിട്ട് വരുന്ന റൈഡേഴ്സിനായാലും ശരി, അതുകൂടാതെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സിനായാലും ശരി, യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു, ഈവൻ റൈഡിംഗ് മോഡ്സ് ഉൾപ്പെടെ. അപ്പോൾ അതുമാത്രമല്ല, താങ്ക്സ് ടു കവാസാക്കി ഫോർ ഇൻട്രൊഡ്യൂസിങ് കോർണറിങ് ABS ടു ദിസ് മോഡൽ. ഇത് കോർണറിങ് ABS വന്നു, അതും അപ്ഡേറ്റഡ് ABS സിസ്റ്റങ്ങൾ കൊണ്ടുവന്നു. സോ വണ്ടിയുടെ സേഫ്റ്റി ഭയങ്കരമായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു ഈ ഒരു വണ്ടിയുടെ മോഡൽസ് റിവീൽ ചെയ്തിരുന്നത്. അതുമാത്രമല്ല, വണ്ടിയുടെ പ്രൈസിങ് അതും ഈ വണ്ടിയുടെ ഒരു വലിയ സക്സസിൻ്റെ പാർട്ടാണ്. മൊത്തത്തിൽ പറഞ്ഞാലൊരു കംപ്ലീറ്റ്ലി ഒരു ചേഞ്ചറായിരുന്നു 2016 ZX10R. അത് നമ്മുടെ മാർക്കറ്റിലോട്ട് ആദ്യം സീരീസ് ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ അത്യാവശ്യം അതും അഫോർഡബിൾ തന്നെ ആയിരുന്നു നമ്മുടെ മാർക്കറ്റിന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 2008 കവാസാക്കി നമ്മുടെ മാർക്കറ്റിനെ കൈയടക്കാനുള്ളൊരു ഐഡിയ ആയിരുന്നു. കാരണം CKDs ആയിട്ട് ഒരു ലിറ്റർ ക്ലാസ് ബൈക്കിനെ നമ്മുടെ മാർക്കറ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നത് ഫസ്റ്റ് കവാസാക്കി ആയിരുന്നു. ദാറ്റ്സ് എ ബ്രില്യൻ്റ് ഐഡിയ ആയിരുന്നു. അന്ന് വരെ നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നുള്ള ബാക്കിയുള്ള ഏതൊരു ലിറ്റർ ക്ലാസ്സിനേക്കാളും ഒരു പ്രിഫറൻസ് ഇവനിലേക്ക് എല്ലാവർക്കും പോയിട്ടുണ്ടായിരുന്നു. കാരണം CKD ആയ സമയത്ത് മോസ്റ്റ് അഫോർഡബിൾ, എനിക്കൊന്നൊരു അന്നത്തെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 15 ലക്ഷമായിരുന്നു. അത്രത്തോളം മോസ്റ്റ് അഫോർഡബിൾ ആയിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ട് വന്നൊരു ലിറ്റർ ക്ലാസ്സും ഇവൻ തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു ആക്ച്വലി 2018 ഇവനെ കവാസാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അന്ന് വരെ ഉണ്ടായിരുന്നൊരു ഇഷ്യൂസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ZX10R ഇപ്പോൾ ഒരു പക്ക ഒരു സൂപ്പർ സ്പോർട്ട് ബൈക്ക് ആയിരുന്നെങ്കിൽ കൂടി പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ അവർ എപ്പോഴും കൺസിഡർ ചെയ്തിരുന്നു. ആ പ്രാക്ടിക്കാലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ പ്രോബബ്ലി നമ്മുടെ ഒരു സൂപ്പർ സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൽ അല്പം വ്യത്യാസമൊക്കെ വരും. ഇതെല്ലാം അത് എസ്പെഷ്യലി പെർഫോമൻസും അവർ അതിനനുസരിച്ച് റോഡ് യൂസിന് കണക്കാക്കിയിട്ടുള്ളൊരു ഡിസൈനിങ് കാര്യങ്ങളും ആയിരുന്നു നമ്മുടെ വണ്ടി. പക്ഷേ 10RR അവർ കൊണ്ടുവന്നത് ഒരു പെർഫെക്റ്റ് ട്രാക്ക് മെഷീനായിട്ടായിരുന്നു. ഈവൻ കംപ്ലീറ്റ്ലി എക്യുപ്ഡ് ആയിരുന്നു വണ്ടി. മാച്ചസിനി വീൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫസ്റ്റ് ടൈം. ദറ്റ്സ് എ ബ്യൂട്ടിഫുൾ. കാരണം വെച്ചാൽ അന്ന് ഒരു സ്റ്റോക്ക് തന്നെ ഒരു സ്റ്റോക്ക് മോഡലിന് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള വളരെ റെയറസ്റ്റ് വണ്ടികളിൽ മാത്രമായിരുന്നു. അതുകൂടാതെ കംപ്ലീറ്റ്ലി റീവർക്ക്ഡ് ഹെഡ് ക്യാം, ഒരു RR ബാഡ്ജിങ്ങുള്ള ഒരു ക്രാങ്ക് കേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ദിസ് വൺ ഡൈബ്ലോ
അന്ന് തന്നെ എന്താ പറയുക സ്റ്റോക്കോടെ ഈ ഒരു ടയറോട് കൂടിയായിരുന്നു ZX 10R നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ആയത്. അതായത് നിങ്ങൾക്കൊരു 10R ക്യാരക്ടേഴ്സ് പ്ലസ് പക്ക ഒരു ട്രാക്ക് മെഷീനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ചൂസ് ചെയ്യാം. കാരണം നമ്മുടെ സജിനിക്കായുടെ പ്രീവിയസ് ഓണർഷിപ്പ് റിവ്യൂവിൽ പുള്ളി വ്യക്തമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ തന്നെ വിട്ടുപോയി, ഇവൻ്റെ ഒരു RPM മീറ്റേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു വട്ട് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മത്ത് പിടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഒരു RPM മീറ്റേഴ്സ്. ഈവൻ അത് നമ്മുടെ പ്രീവിയസ് ജെൻ ആയിട്ടുള്ള 2011 വണ്ടിയിൽ നിന്നാണ് ഇവരിലോട്ട് വന്നത്. ആ സമയത്തും സ്പീഡോമീറ്റേഴ്സിലൊന്നും വലിയ ചേഞ്ച് വന്നിരുന്നില്ല. അപ്പോൾ ഇത് പിന്നെ പലരും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കൊണ്ടുവരായിരുന്നു. കാരണം ഇത്രയും ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയിൽ നമുക്ക് ലാപ്പ് ടൈംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി മറ്റുള്ള റെഫറൻസും കാര്യങ്ങളും ഒരു TFT ഡിസ്പ്ലേ ഒരു റൈഡറിന് ഒരു ട്രാക്ക് ബേസ്ഡ് ഓടിക്കുന്ന ഒരു റൈഡറിന് വേണ്ടിയുള്ള ഒരു എഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ അന്ന് ഈ വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ളൊരു ടൈം ഇപ്പോൾ R1M ഒക്കെ പോലുള്ള വണ്ടികളായാലും ശരി, അവർ മാക്സിമം അവരുടെ എക്യുപ്ഡ് ആയത് ഒരു റൈഡറിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ ഒരു ടോണിൽ ഇറക്കിയിട്ടുള്ള 10RRന് അത് അവൈലബിൾ അല്ലായിരുന്നു. അന്ന് അവർ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുമാത്രമല്ല ഇവൻ 10RR ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും സ്റ്റിൽ 10Rന് അവർ അവൈലബിൾ ആക്കി, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആക്സസറി ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ 10Rന് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് മാത്രം എടുത്തുകൊണ്ട് അതിന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമായിരുന്നു. 2020 അവസാനത്തോടു കൂടി ഒരു ലീക്ഡ് പിക്ചേഴ്സോടുകൂടി പുതിയൊരു ന്യൂസ് വരെയാണ്, പുതിയ ZX 10R വരാൻ പോവുകയാണ് എന്നുള്ളത്. ആക്ച്വലി ആ പിക്ചർ എന്ന് പറഞ്ഞാൽ റിയൽ ഡിസാസ്റ്റർ ആയിരുന്നു. കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ല. പ്രീവിയസ് ജെന്നിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബന്ധവുമില്ലാതായിരുന്നു പുതിയ ലുക്സ് വന്നിരുന്നത്. സത്യം പറഞ്ഞു ഞാൻ ഇവൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഐ റിയലി ലൈക്ക് ദ ബൈക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പും അതുപോലെ തന്നെ അതിൻ്റെ പുതിയ ഒരു ഗ്രാഫിക്സ് വണ്ടി വല്ലാതെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. പ്രീവിയസ് ജെന്നേക്കാളും എനിക്ക് ചില സമയത്ത് ഒരുപടി കൂടുതൽ ഇഷ്ടം എനിക്ക് അവനോട് തോന്നാറുണ്ട്. എന്തായാലും വണ്ടിയുടെ സ്പെക്കിനെ പറ്റിയൊന്നും പറഞ്ഞ് അധികം ഞാൻ ബോറടിപ്പിക്കാൻ നിൽക്കുന്നില്ല. കാരണം പലരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വാട്ട് ഐ ഫീൽ എന്നുള്ളതാണ്. ആദ്യം തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വണ്ടിയുടെ ഒരു ഹാൻഡിൽ ബാർ സെറ്റവും ഡാഷിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റുമായിരുന്നു. കവാസാക്കി ഒരു വൈഡർ ഹാൻഡിൽ ബാർസ് കൊടുത്തതിലൂടെയും കൂടാതെ സ്വിച്ച് അറേഞ്ച് ചെയ്യാനായിട്ടൊരു പെർഫെക്റ്റ് സ്പേസ് കൊടുത്തതിലൂടെയും വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് ഫീല് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്ന സ്റ്റിയറിംഗ് ഡാമ്പേഴ്സ് ആയാലും TFT ഡിസ്പ്ലേ ആയാലും ഒരു പെർഫെക്റ്റ്ലി അലൈൻഡ് തന്നെയായിരുന്നു. 1 കിലോ എക്സ്ട്രാ കൂടിയിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. മേ ബി അതൊരു പെർഫെക്റ്റ്ലി അലൈൻഡ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടാവാം. പക്ഷേ വണ്ടിയുടെ എക്സ്ട്രാ 3 bhp യു ക്യാൻ ഡെഫിനറ്റ്ലി എൻജോയ് ദാറ്റ് വൺ. വീൽ ബേസ് പ്രീവിയസ് വെർഷനെ അപേക്ഷിച്ച് ഒരല്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫൺ ഫാക്ടർ നിലനിർത്താനായിട്ട് വണ്ടിയുടെ സ്പ്രോക്കറ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബിഗ്ഗർ സ്പ്രോക്കറ്റ്സാണ് വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒരു ഇനിഷ്യൽ പഞ്ച് അല്ലെങ്കിൽ നമുക്ക് മറ്റ് പ്രീവിയസ് ജെന്നേക്കാളും കുറച്ചുകൂടി പഞ്ച് ആയിട്ടുള്ളൊരു ഇനിഷ്യൽ എഫക്റ്റ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല അത് തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു എനിക്കൊന്ന് കുറച്ചുകൂടി ലോ ആൻഡ് ഇമ്പ്രൂവ് ചെയ്യാനും കൂടി നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു കമ്പയർ ടു പ്രീവിയസ് വേർഷൻ. ഈ വണ്ടിയുടെ മറ്റൊരു സ്പെഷ്യൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി എത്രത്തോളം പുഷ് ചെയ്താലും നമുക്കൊരു വല്ലാത്തൊരു കംഫർട്ടബിൾ ഏരിയ വണ്ടി തന്നുകൊണ്ടേയിരിക്കും. എസ്പെഷ്യലി അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത് ബ്രംബോയുടെ ബ്രേക്ക് സിസ്റ്റം തന്നെയാണ്. ബാക്ക് ബ്രേക്ക് നമ്മൾ തുടരണമെന്ന് പോലും ചിന്തിക്കത്തില്ല, അത്രയും ഒരു എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ബ്രേക്കാണ്. വീണ്ടും ബ്രംബോ അതിൻ്റെ കഴിവ് ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു റിവേഴ്സ് ഡൈനാമിക്സ് തന്നെയാണ്. കാരണം റിവേഴ്സ് ഡൈനാമിക്സ് വന്നതിലൂടെ വണ്ടി ഇൻറ്റഗ്രേറ്റഡ് വിംഗ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്ത അതിൻ്റെ ഒരു വിൻഷീൽഡാണ്. കാരണം ആ ഒരു വിൻഷീൽഡ് എന്നെപ്പോലെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു വിൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരല്പം ടക്കിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വിൽ ബി വെരി മച്ച് ഫൺ. പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് വിംഗ്ലെറ്റ്സിനെ പറ്റിയാണ്. അത് റോഡിന് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്ന് എനിക്കറിയില്ല. കാരണം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നൊരു സ്പീഡും കാര്യങ്ങളൊന്നും ക്യാരി ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു നമ്മുടെ റോഡ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈവൻ ട്രാക്ക് അല്ലെങ്കിൽ ഒരു നല്ല കിഡിൽ ഓപ്പൺ റോഡ്സൊക്കെ വരുന്ന സമയത്ത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എയറോ ഡൈനാമിക്സ് ഒക്കെ പക്കയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അമേസ് ചെയ്തൊരു കാര്യം വെച്ചാൽ വണ്ടിയുടെ ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. കവാസാക്കി ബൈക്സിനെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എപ്പോഴും ഹീറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പെർഫെക്റ്റ് തന്നെയായിരിക്കും. ഇവനിൽ അവർ ഒരു ഓയിൽ കൂളർ കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതും ഒരു ഗ്രില്ലിൻ്റെ ഒരു പ്രൊട്ടക്ഷനോടുകൂടി. ഇറ്റ് വാസ് അമേസ് മീ. അതുമാത്രമല്ല വണ്ടി ഹീറ്റ് മാനേജ്മെൻറ്റിൽ വേറെ ലെവൽ തന്നെയാണ്. അത് വണ്ടിയുടെ കംഫർട്ടിനൊരു വലിയ സപ്പോർട്ട് തന്നെ കൊടുക്കുന്നുണ്ട്.
പ്രീവിയസ് ജെന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഹാൻഡിൽ ബാർ ടു സീറ്റ് ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് വണ്ടിയുടെ ഹാൻഡിൽ ബാർസിനെ ടേക്ക് ഓൺ ചെയ്യാനും അതുമാത്രമല്ല നമുക്ക് നല്ലൊരു വിസിബിലിറ്റി അല്ലെങ്കിൽ ടക്കിങ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നല്ലൊരു വിസിബിലിറ്റി വണ്ടിയെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് 10R ഫാക്ടറിലോട്ട് വരികയാണ്. ഇതിപ്പോൾ നമ്മളൊരു വീഡിയോ നിങ്ങൾ 10Rൻ്റെ ഇഷ്ടംപോലെ വാക്കറോൺ വീഡിയോസും അല്ലാത്ത വീഡിയോസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ച്വലി മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്പാരിസൺ വീഡിയോ വരുന്നത് വിത്ത് പ്രീവിയസ് ജനറേഷൻ 10R അല്ലെങ്കിൽ 10RR ആയിട്ടൊരു രീതിയിലൊരു കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സജിനിക്കാണ്, നമ്മുടെ പ്രീവിയസ് വീഡിയോയിലുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ 10RRൻ്റെ വീഡിയോ. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ പോയി ചെക്കപ്പ് ചെയ്യുക. ഒരു അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് 10R വേണോ RR വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ മാറ്റുന്ന രീതിയിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു കിടിലൻ വീഡിയോ ആട്ടോ, പോയി കാണണം. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി നിസാമിക്ക ഇതിൻ്റെ ഓണർ കുറച്ച് റഷിലാണ്, പുള്ളി കുറച്ച് ഓൺലൈൻ ഇൻ്റർവ്യൂസും കാര്യമായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. സജിനിക്ക നമ്മുടെ 10RR. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു കമ്പാരിസൺ വരുമ്പോൾ ഓൾവേസ് സ്റ്റാർട്ടിങ് ഫ്രം ദി ലുക്സ്. അപ്പോൾ ലുക്സിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്വന്തം വണ്ടി ആയിരിക്കും സുന്ദരെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. നമുക്ക് ആദ്യം ഇവൻ്റെ ഒരു ബ്രീഫായിട്ട് ഇക്കാക്ക് എന്തൊക്കെ ഡിഫറൻസ് തോന്നുന്നു എന്ന് പറയാം, പിന്നെ എന്നിട്ട് ആഫ്റ്റർ നമുക്ക് കമ്പാരിസൺ. അപ്പോൾ ഇവനിൽ എന്താണ് ഇക്കാക്ക് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തത്? നമുക്ക് ഫസ്റ്റ് ഹെഡ്ലൈറ്റ്സ് തന്നെ വരാം. ഹെഡ്ലൈറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ H2 ഇൻസ്പയർഡ് ഹെഡ്ലൈറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് അഗ്രസീവ് ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റഡ് വിംഗ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ട് ഈ ഹാൻഡിൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ ആ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടായത് വെച്ചേക്കുന്നത്. ഹാൻഡിൽ പൊസിഷൻ കുറച്ച് ഫ്രണ്ടിലോട്ട് കുറച്ച് വൈഡറായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഫുഡ് പാക്ക് ഒരു 5mm റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്നെ പോലുള്ളവർക്ക് കുഴപ്പമില്ല, മറ്റേ ഇരുന്ന് ഓടിക്കാൻ. പക്ഷേ കുറച്ചുകൂടെ ഹൈറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ബാക്ക് വന്നിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. സിംഗിൾ സീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. ഇക്ക ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത്? 10RR ആണോ RR ആണോ? ഞാൻ എന്തായാലും രണ്ട് കൽപ്പ് ചോദിക്കുന്നതാണ്. 10R ആണോ RR ആണോ? അതെപ്പോഴും എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇവനെ വിട്ട് കൊടുക്കുന്നില്ല, ഞാൻ ഇവൻ്റെ ലുക്കിലോട്ട് പിടിച്ചേക്കാം. അല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ച് ഓക്വേർഡ് ഫീൽ തോന്നിയെങ്കിലും ഇപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കണ്ടതിനെ അപേക്ഷിച്ച് നല്ല കാണാനൊക്കെ തന്നെയാണ്. അതെ, പിന്നെ തീർച്ചയായും ഒരു ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കംപ്ലീറ്റ്ലി റീവർക്ക്ഡ് എയറോഡൈനാമിക്സ് വന്നപ്പോൾ തന്നെ പിന്നെ വേറൊരു പിന്നെ വെയിറ്റിൽ ഒരു kg കൂടുതലാണ്. കാരണം BS6 Euro 5 നോക്ക് വരുമ്പോഴത്തേക്കും വെയിറ്റിൽ 1 kg കൂടുതലാണ്. പിന്നെ വന്നിട്ട് HP വൈസ് നോക്കുകയാണെങ്കിൽ ഇത് 200 ഇത് 203 3 HP കൂടുതലാണ്. സാധാരണ ഒരു BS6 വരുമ്പോൾ കുറയുന്നതിന് പകരം നല്ല രീതിയിൽ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട്. റീവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് ഇത് BS6 ഡിസൈനിലോട്ട് വന്നപ്പോഴത്തേക്കും റൈഡ് ബൈ വയർ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ എക്സോസ്റ്റിൽ എന്തൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 1 kg കൂടാനുള്ള ചാൻസ്. അതെ അതെ. സോ ഇതിനൊക്കെ അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലുക്സിൻ്റെ വയസ്സ് രണ്ടുപേരും കമ്പയർ ചെയ്തു, വണ്ടിയുടെ എന്തൊക്കെ ന്യൂ എയറോഡൈനാമിക് ഡിസൈനെ പറ്റിയൊക്കെ പറഞ്ഞു. വണ്ടിയിൽ വരുന്ന സമയത്ത് ഒരു മേജർ ചേഞ്ച് വന്നേക്കുന്ന ഒരു മേഖല വെച്ചാൽ ഹാൻഡിൽ ബാർ സെക്ഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് കുറച്ചുകൂടി വൈഡർ ഹാൻഡിൽ ബാർസ് കുറച്ച് ഫ്രണ്ടിലോട്ട് കുറച്ച് നമ്മുടെ വീൽ ബേസ് കൂടി കുറച്ച് ഫ്രണ്ടിലോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇക്കൊക്കെ ഏതാണ് കുറച്ചുകൂടി ഫ്രീഡം അല്ലെങ്കിൽ എന്തൊക്കെയാണ് തോന്നുന്നത്? ഡാഷ് എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത്. ഓടിക്കാനൊക്കെ കുറച്ചുകൂടെ നല്ല ഹാൻഡിൽ ബാർ പൊസിഷൻസും കാര്യങ്ങളൊക്കെ ഇതിനായിരുന്നു ബെറ്റർ അല്ലേ? ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഫുഡ് പാക്കിന് 5mm ഹൈറ്റ് ഉള്ളത് കാരണം എന്നെ പോലെ ഒരാൾക്ക് കുഴപ്പമില്ല, ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് കുഴപ്പമില്ല. കുറച്ച് ഹൈറ്റ് കൂടിയ ഒരാളാകുമ്പോഴത്തേക്കും കുറച്ച് അത് കാല് ബുദ്ധിമുട്ടാണ്. ഹൈറ്റ് ഉള്ള ഒരാൾ ഓൾവേസ് സ്ട്രെസ് ഡ്രൈവ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്പീഡോമീറ്റർ ആയിരുന്നു പഴയ 10R'ത്. ബട്ട് ഡിജിറ്റൽ കുറച്ച് ചെറുതായിരുന്നുണ്ടെങ്കിൽ പോലും അടിപൊളി നല്ല RPM മീറ്റേഴ്സൊക്കെ ആയിരുന്നു. അത് നമ്മൾ പ്രീവിയസ് ജെന്നിൽ തൊട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷേ ഇതിന് വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഡിസ്പ്ലേ. അപ്പോൾ ചേട്ടൻ ഏതാണ് ഇഷ്ടം? ഇക്കാക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? അതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്രൂസ് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പിന്നെ ലീൻ ആംഗിൾ സെൻസർ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കാണാനും ഒരു അപ്പിയറൻസും ഉണ്ട്. ഈ ഡാഷ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു അപ്പിയറൻസ് നമുക്ക്. കാരണം നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാർസ്, വയേഴ്സ്, സ്പീഡോ എല്ലാം ഒരു കൺജസ്റ്റഡ് ഫീൽ വരും. പക്ഷെ അത് ഇതിനില്ല, ഭയങ്കര കുറച്ച് ഫ്രീഡം ആണ് ആ ഒരു ഏരിയ. അപ്പോൾ ഇതിൻ്റെ യൂസർ ഫ്രണ്ട്ലി ഇതായിരുന്നു ഇക്കാക്ക് യൂസർ ഫ്രണ്ട്ലി ആയിരുന്നത്. കാരണം സ്വിച്ചസും കാര്യങ്ങളും ഇതിൽ മിനിമലാണ്, ഇതിൽ ആവശ്യത്തിലധികം സ്വിച്ചസ് ഉണ്ട്. അതെ, യൂസർ ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ തന്നെയല്ല യൂസർ ഫ്രണ്ട്ലി
ആയിട്ട് നമുക്ക് ഇതായിരിക്കും ഫീൽ, കാരണം പെട്ടെന്ന് റൈഡിംഗ് മോഡ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇതായിരുന്നു. അപ്പം അങ്ങനെ നോക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഒന്ന് ഇത് കുറച്ചൊന്ന് ഇതായി ഇരുന്ന് പഠിക്കേണ്ടി വരും, സെറ്റ് ആവുക അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ച് ഫംഗ്ഷൻസ് മോഡ്സൊക്കെ മാറ്റി നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതൊക്കെ മാറും. ഓക്കെ. അപ്പോൾ ഒരു പ്രാക്ടിക്കാലിറ്റി ഫാക്ടറിലോട്ട് വരണം. കാരണം ഓൾവേസ് കവാസാക്കി ബിൽഡ് ചെയ്യുന്ന വണ്ടികളെല്ലാം പ്രാക്ടിക്കാലിറ്റിക്ക് ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നു. ഈവൻ ഹീറ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, ക്രൂസിംഗ് സ്പീഡ്സ് ആയിക്കോട്ടെ. അപ്പോൾ 10RR കുറച്ചും കൂടി അഗ്രസീവ് ക്യാരക്ടേഴ്സ് വരുന്നൊരു വണ്ടിയാണ്. ഈവൻ ക്യാം ഷാഫ്റ്റും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ ഏതിനാണ് പ്രാക്ടിക്കാലിറ്റി ആക്ച്വലി നല്ല രീതിയിൽ ഒന്ന് ഫീൽ ചെയ്യുന്നത്? അത് ലോ ക്രൂസിംഗ് സ്പീഡ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇതിന് വന്നിട്ട് നമുക്ക് ഇതിൽ അവർ കുറച്ച് ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് സ്പോക്കറ്റ്, ഇതിൻ്റെ സ്പോക്കറ്റ് കുറച്ച് വലിയ സ്പോക്കറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ 170 ഒക്കെ ടച്ച് ചെയ്യാറുണ്ട്. ഇതിന് സ്പോക്കറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് ചെറിയ സ്പോക്കറ്റ്, ഇതിന് കുറച്ച് വലിയ സ്പോക്കറ്റാണ്. അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു നല്ല കുറച്ച് വീൽ ബേസ് ഇവനാണ് കൂടുതൽ. നമ്മുടെ ഒരു ഫൺ ഫാക്ടർ ഇവനാണെങ്കിലും കുറച്ച് ഒരു റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി പ്രാക്ടിക്കൽ ഒരു പ്രോപ്പർ സൂപ്പർ സ്പോർട്ടിന്റെ ക്യാരക്ടർ ഇവൻ കാണിക്കുന്നുണ്ട്. അതെ അതെ. ഇവൻ ഫ്ലെക്സിബിലിറ്റി ഏതിലാണ്? ഫ്ലിക്കബിലിറ്റിയിൽ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും. ഓക്കെ ഓക്കെ. ക്വസ്റ്റനൊക്കെ വെച്ചിട്ട് ഇതിനാണ് ഫ്ലിക്കബിലിറ്റി കൂടുതലെന്നാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇനിയിപ്പോൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മൈനസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ ഒരു വണ്ടിയിൽ? ഫീൽ ചെയ്തിട്ടില്ല, അത്യാവശ്യം അപ്ഡേറ്റഡ് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ്. ഇവൻ വന്നപ്പോൾ ഇതിൽ എന്തെങ്കിലും കുറവുള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും? മെയിനായിട്ട് കുറവെന്ന് പറഞ്ഞാൽ TFT ഡിസ്പ്ലേ തോന്നിയിട്ടുള്ളത്. TFT ഡിസ്പ്ലേയും ലീൻ ആംഗിൾ സെൻസേഴ്സ് പോലെ. കാരണം നമ്മൾ ഈവൻ സ്റ്റാൻഡിൽ ഇടുമ്പോൾ പോലും നമ്മുടെ മറ്റേ ഒരു അളവ് പോലെ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് ലീൻ ആംഗിൾസും കാര്യങ്ങളും. വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വേറെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ലോങ് റൈഡ്സ് ഒക്കെ പോകുമ്പോഴത്തേക്കും സ്ട്രെച്ചസ് ഒക്കെ വരുമ്പോൾ ഹൈവേസ് ഞാൻ പാലക്കാട് പോയപ്പോൾ ഞാൻ ആലോചിച്ചു ക്രൂസ് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വെച്ചിട്ട് അങ്ങ് പോകായിരുന്നു. കഴിഞ്ഞ സൺഡേ ആയിരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ബട്ട് അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സൂപ്പർ സ്പോർട്ട് വണ്ടി നല്ലൊരു ഫാക്ടർ. കാരണം ഒരു സൂപ്പർ സ്പോർട്ട് വണ്ടിയിൽ ഇത് ആദ്യം കണ്ടിട്ടില്ല, അത് ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവന്നേക്കുന്നത്. അത് നല്ലൊരു ഫാക്ടറാണ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഒരു 10R ഞാൻ മൊത്തത്തിൽ ചോദിക്കുകയാണ്, അത് സൂപ്പർ ബൈക്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിലോട്ട് വരേണ്ട ക്യാരക്ടേഴ്സ് ആരൊക്കെ ആയിരിക്കും കൂടുതൽ? മെയിനായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാനായിട്ട് കമ്പയർഡ് ടു അതർ സൂപ്പർ ബൈക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഹീറ്റ് ഇഷ്യൂസ് തീരെ തന്നെ ഇല്ല. പിന്നെ നമ്മൾ ചെറിയ ഗിയേഴ്സിൽ തന്നെ നമുക്ക് ട്രാഫിക്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് മെനൂറൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. ഒരു പ്രാക്ടിക്കലി ബൈക്കാണ്. നമുക്ക് ഈവൻ റോഡ് യൂസിന് പറ്റിയൊരു വണ്ടിയാണ്. റോഡും ട്രാക്കിനും കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ് 10RR ഒക്കെ. ഓക്കെ. ഇപ്പോൾ ഈവൻ കവാസാക്കി എന്ന് പറയുമ്പോൾ അവർ ഓൾവേസ് പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ് അഫോർഡബിൾ ബൈക്ക്, സൂപ്പർ ബൈക്ക് എന്നാണ് ഇപ്പം പൊതുവെ എല്ലാവരും. അതെ, ഇപ്പം നമുക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ബൈക്സും ഇവർ തന്നെയാണ്. ഇനി വേറെ CKDs അവൈലബിൾ ആണോ ഇൻ ലേറ്റർ ക്ലാസ്? ഐ തിങ്ക് ഇല്ലെന്ന് തോന്നുന്നില്ല. എനിക്ക് ഈവൻ CBR പോലും CBUs ആണ് എനിക്ക് നമ്മുടെ 650 വരെ CBUs ആണ്. അതെ, അവർ ഒരു 10 lakhs മാർജിനിലാണ് വന്നത്. കാരണം അത് 10 lakhs ആണ്, ഈവൻ 20 lakhs ആണ്. അതെ, ഒരു നല്ലൊരു എനിക്കൊന്ന് ഇതിലും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ലേറ്റർ ക്ലാസ് സൂപ്പർ സ്പോർട്ട് അവൈലബിൾ അല്ല. പിന്നെയുള്ള ലേറ്റർ ക്ലാസ് ഇവരുടെ തന്നെ നിഞ്ചയാണ് ഒരു അവൈലബിൾ. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളൊരു 10RR തമ്മിലുള്ളൊരു ഡിഫറൻസ് അല്ലേ? അങ്ങനെ നമ്മൾ ഒരു കംപ്ലീറ്റ് ZX 10R ഒരു സ്റ്റോറി, ZX 10RRനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു നല്ലൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സജിനിക്ക ആൻഡ് താങ്ക് യു നിസാമക്ക വന്നതിനും നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിനും. പിന്നെ ഡാനി ബ്രോ പ്രത്യേകിച്ച് പറയണം, പുള്ളിക്ക് വരാൻ പറ്റിയില്ല. പുള്ളി ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ പുള്ളിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താങ്ക്സ് ഡാനി ബ്രോ, സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി. എനിക്ക് തോന്നുന്നു 10R ഓൾമോസ്റ്റ് എല്ലാ ഇൻഫർമേഷനും ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ 3 വണ്ടിയുടെ ഓണേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അവർ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോയുടെ ഒരു ക്രിയേറ്റിംഗ് രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഇതേ ഒരു ടോണിൽ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്.